നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തുകാർ വീണ്ടും ശശി തരൂരിനെ ജയിപ്പിച്ചു വിട്ടപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ജനങ്ങൾ വെറും മരക്കഴുതകളെന്ന്. അത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ തരൂരണ്ണൻ. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യ കൂമ്പാരം ഉയർന്നപ്പോൾ ഇവിടുത്തെ MP അത് തിരിച്ചറിഞ്ഞില്ല. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം ഇങ്ങനെ ഒഴുക്കിവിടരുത് എന്നാരോടും വിളിച്ചു പറഞ്ഞില്ല തിരുവനന്തപുരത്തിൻ്റെ MP. പിന്നീട് ആ മാലിന്യ കൂമ്പാരത്തിനടിയിലൂടെ ജോയി എന്ന യുവാവ് ഒഴുകിപ്പോയപ്പോഴും ഈ MP അറിഞ്ഞില്ല. ജനങ്ങൾ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ MP ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. പിന്നീട് മൃതദേഹം തിരിച്ചു കിട്ടിയപ്പോഴും ശശി തരൂർ MP ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ഇക്കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ ഒരു വിചിത്ര പ്രസ്താവന. ഞാൻ വയനാട്ടിലായിരുന്നു, ഇവിടെ ആയിരുന്നില്ല. സത്യം തന്നെയാണ്. എനിക്ക് തിരിച്ച് ഇത് ഇങ്ങനൊരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല. സംഭവിച്ചപ്പോൾ വരാനുള്ള സമയമുണ്ടായിരുന്നു. അടുത്ത ദിവസം KPCC മീറ്റിംഗുമായിരുന്നു. ഞാൻ വന്നില്ല. ഞാൻ ഉടനെ ഇടപെട്ടു, ആൾക്കാരെ വിളിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു 2 തവണ. ഒന്ന് ആദ്യ ദിവസം, ഒന്ന് രണ്ടാമത്തെ ദിവസം അതിന്റെ ബോഡി കിട്ടിയ ശേഷം. അതിനെക്കാട്ട് ചെയ്യാൻ ഒരു MPക്ക് ഒരു അവകാശവുമില്ല ഇതിന്. ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയിയുടെ മരണം താൻ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ കുറിച്ചിരുന്നു. അതല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? അതെ, ശശി തരൂർ അണ്ണന് വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നന്നായി അറിയാം. എങ്കിലും തിരുവനന്തപുരത്തുകാർ അങ്ങേ ജയിപ്പിച്ചു വിടും. കാരണം മരമണ്ടന്മാരാണവർ എന്നങ്ങ് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ കിളിപോയത് ശശി തരൂരിനാണോ അതോ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കാണോ? ചിലർ പറയുന്നു ഓരോ ജനതയ്ക്കും അവരർഹിക്കുന്ന ഭരണാധികാരികളെ കിട്ടുമെന്ന്. കേരളത്തിന് ഒരു മിടുമിടുക്കൻ മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്തിൻ്റെ MPയെ ഒരിക്കൽ നമ്മൾ വാഴ്ത്തിപ്പാടിയിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പരമയോഗ്യൻ എന്നൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പുകഴ്ത്തിയത്, ഞങ്ങൾ ഉൾപ്പെടെ. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി കസേരയിലല്ല, ഒരു MPയുടെ കസേരയിൽ പോലും ഇരിക്കാൻ ശശി തരൂർ യോഗ്യനല്ല എന്ന് അദ്ദേഹം തന്നെ പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു. അതെ, ജനങ്ങൾ പറയുന്നത് പോലെ വിശ്വപൗരനായ ശശി തരൂർ 2 ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയത് തന്നെ വലിയ കാര്യം. അത്രയെങ്കിലുമൊക്കെ ഞങ്ങളെ ഓർത്തല്ലോ. എന്നാൽ ഉമ്മൻചാണ്ടി മരിച്ച ദിവസം അദ്ദേഹം പുതുപ്പള്ളി വീട്ടിലെത്തി, പുതുപ്പള്ളി കല്ലറയിലെത്തി. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി നിരവധി പ്രസംഗങ്ങൾ നടത്തി. അതൊക്കെ ഫേസ്ബുക്കിൽ ഒട്ടും മുടങ്ങാതെ അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. എന്നാൽ തിരുവനന്തപുരത്തുകാർ മണിക്കൂറുകളോളം ജോയിയുടെ മൃതദേഹത്തിന് വേണ്ടി തിരഞ്ഞപ്പോൾ അവിടെയൊന്നും ശശി തരൂരിനെ കണ്ടില്ല. അദ്ദേഹം പറഞ്ഞത് താൻ വയനാട്ടിലായിരുന്നുവെന്ന്. വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ല. ഒരു രാത്രി കാറിലിരുന്നാൽ മതി തിരുവനന്തപുരത്തെത്താം. എന്നാൽ തനിക്ക് ഔദ്യോഗിക തിരക്കുകൾ ഉണ്ടായിരുന്നു എന്ന വിശദീകരണമാണ് തരൂർ നൽകുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിട്ടതിൽ നമ്മൾ മേയറെ കുറ്റപ്പെടുത്തുന്നു. മേയറുടെ കഴിവുകേട് എടുത്തു പറയുന്നു. എങ്കിലും ശശി തരൂർ MPയുടെ ഈ പ്രസ്താവനയെ തള്ളിപ്പറയാതിരിക്കാൻ കഴിയില്ല. 2 തവണയാണ് താൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്ന് തരൂർ വിശദീകരിക്കുന്നു. ഒന്ന് ജോയിയെ കാണാതായപ്പോഴും രണ്ടാമത് മൃതദേഹം കണ്ടുകിട്ടിയപ്പോഴും. മഹാകാര്യമായി പോയി ശശി തരൂരെ. 2009 അങ്ങ് ഒരു കാച്ചു കാച്ചി. തിരുവനന്തപുരവും ബാഴ്സലോണയും ഇരട്ട നഗരമാക്കി മാറ്റുമെന്ന്. ബാഴ്സലോണ അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചുവെന്നൊക്കെ അങ്ങ് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞു. വിശ്വപൗരനായി അങ്ങയെ കണ്ട മനോഹരമായ പ്രസംഗങ്ങൾ കാച്ചുന്ന അങ്ങിൽ നിന്ന് ഇതല്ല അതിലപ്പുറം ജനം പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അവർ അങ്ങേക്കൊപ്പം കട്ടയ്ക്ക് നിന്നു. എന്നാൽ ബാഴ്സലോണ എന്ന ഇരട്ട നഗരം ഇവിടെ യാഥാർത്ഥ്യമായില്ല. അതിന് നിങ്ങൾ കുറ്റം പറഞ്ഞത് പിന്നീട് 2016 അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാരിനെയും തിരുവനന്തപുരം ഭരിച്ച ഇടതുപക്ഷ സംവിധാനങ്ങളെയും. തിരുവനന്തപുരത്ത് എന്ത് വികസനമാണ് ശശി തരൂർ കൊണ്ടുവന്നത് എന്ന് ജനം ചോദിച്ചപ്പോൾ നിങ്ങൾ ചില കളർ ഫോട്ടോകളുമായി രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ബൈപ്പാസ് റോഡും മറ്റ് ചില വികസന പ്രവർത്തനങ്ങളുമൊക്കെയായിരുന്നു ഉയർത്തിക്കാട്ടിയത്. അപ്പോഴൊക്കെ കെടുകാര്യസ്ഥതയുടെ നഗരസഭാ ഭരണത്തിൻ്റെ വീഴ്ച തെളിയിക്കുന്ന ആമയിഴഞ്ചാൻ തോടിൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾ ഭയപ്പെട്ടു. ഒരു വശത്ത് വികസനമെന്ന പേരിൽ ചില കളർ ഫോട്ടോകൾ നിങ്ങൾ പബ്ലിഷ് ചെയ്തപ്പോൾ മറുവശത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യക്കൂമ്പാരം ഉയരുകയായിരുന്നു. അതിനിടയിൽ എത്രയോ പേർ രോഗബാധിതരായി മരിച്ചു വീണിട്ടുണ്ടാകാം. ജോയിയെ കാണാതായപ്പോൾ താൻ അവിടെ എത്തിയിട്ട് എന്ത് കാര്യമെന്ന ചോദ്യമാണ് ഇക്കഴിഞ്ഞ ദിവസം തരൂർ ഉയർത്തിയത്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ശശി തരൂരിനെ കൊണ്ട് എന്തു പ്രയോജനം? അദ്ദേഹം തന്നെ തൻ്റെ വാക്കുകളിലൂടെ അത് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന മഹാനേതാവ് ഒരിക്കൽ തിരുവനന്തപുരം നഗരത്തിൽ പ്രാവർത്തികമാക്കിയ ഓപ്പറേഷൻ അനന്തിയെ പൊളിച്ചു കളഞ്ഞവർ തന്നെയാണ്
ഈ മഹാദുരന്തങ്ങളുടെ മുഖ്യ കാരണം എന്നതിൽ സംശയമില്ല. സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും ഒരു മനുഷ്യനെ മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളിയിട്ട് നമ്മൾ മുക്കിക്കൊന്നു. അപ്പോഴൊന്നും തരൂരിന് നൊന്തില്ല. പകരം 2 ഫേസ്ബുക്കിൽ സർക്കാരിനെ കുറ്റം പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഈ മാലിന്യ കൂമ്പാരം നിർമ്മാർജ്ജനം ചെയ്യാൻ എന്തെങ്കിലും ചെറുവിരലനക്കിയോ ഇക്കാലഘട്ടത്തിൽ തരൂർ എന്ന ഈ MP? തിരുവനന്തപുരം നഗരത്തെ സുന്ദരമാക്കും, വികസനോന്മുഖമാക്കും എന്നൊക്കെ പ്രഖ്യാപിച്ച തരൂർ ബാഴ്സലോണ എന്ന ഇരട്ട നഗരവുമായി തിരുവനന്തപുരത്തെ കെട്ടിയിട്ടു. അതിനു പകരം ഉള്ള തോടുകളും ഓടകളുമൊക്കെ വൃത്തിയാക്കാൻ എന്തുകൊണ്ട് ഭരണാധികാരികളെ നിങ്ങൾ പ്രേരിപ്പിച്ചില്ല? എന്തുകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി നിങ്ങൾ നിലകൊണ്ടില്ല? എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികളെങ്കിലും നഗര സംരക്ഷണത്തിനായി നിങ്ങൾ തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചില്ല? ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാലിന്യപ്പുഴയിലേക്ക് ചാടി ആളെ രക്ഷിക്കാൻ MPക്കാകുമോ എന്നിനി മറുപടിയായി ചിലർ ചോദിച്ചേക്കാം. ശശി തരൂരിനെ ജയിപ്പിച്ച മത്സ്യത്തൊഴിലാളികളും മറ്റ് ന്യൂനപക്ഷ സമുദായാംഗങ്ങളുമൊക്കെ സ്വയം ചിന്തിക്കണം. ഈ മനുഷ്യൻ്റെ നിരുത്തരവാദപരമായ പല പെരുമാറ്റങ്ങളും. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട സമരമുഖങ്ങൾ ഉയർന്നു പൊങ്ങിയപ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? അന്നും ജനങ്ങൾക്കൊപ്പം നിലകൊള്ളാനല്ല തരൂർ ശ്രമിച്ചത്. മനോഹരമായ വാക്കുകളിട്ട് അമ്മാനമാടി പ്രസംഗ വൈഭവം കൊണ്ട് ജനത്തിൻ്റെ കണ്ണുമഞ്ഞളിപ്പിക്കുന്ന ശശി തരൂർ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ മുന്നിട്ട് വരണം. ശശി തരൂർ ആമയിഴഞ്ചാൻ തോട് അപകടമുണ്ടായപ്പോൾ സംഭവ സ്ഥലത്ത് എത്താതിരുന്നതിലുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയത്. അപകടമുണ്ടായപ്പോൾ ഫേസ്ബുക്കിൽ 2 തവണ താൻ പോസ്റ്റ് ഇട്ടിരുന്നു. വെറുതെ വന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത്. അപകടം നടന്നപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്നത് മഹാകാര്യമായി ഈ മനുഷ്യൻ അവതരിപ്പിച്ചു. സംഭവ സ്ഥലത്തെത്തുക ഒരു MPയുടെ ഉത്തരവാദിത്വമല്ല. ഇത് കാണാതായപ്പോഴും മൃതദേഹം കിട്ടിയപ്പോഴും പോസ്റ്റ് ഇടുകയാണോ പിന്നീട് MPയുടെ ഉത്തരവാദിത്വം? ഈ വിഷയത്തിൽ ഇടപെടാൻ എനിക്കൊരു അവകാശവുമില്ല എന്നാണ് തരൂർ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപകടത്തിന് പിന്നാലെ സ്ഥലത്തെത്താതിരുന്ന തരൂരിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് തലസ്ഥാനത്തുയരുന്നത്. എന്താണ് സ്ഥലത്ത് നടക്കുന്നത് എന്ന് MP അന്വേഷിച്ചില്ല എന്നുപോലും ബന്ധപ്പെട്ടവർ പറയുന്നു. തരൂരിനെതിരെ ഏറ്റവും അധികം വിമർശനങ്ങൾ ഉയർത്തുന്നത് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ നിന്ന് തന്നെ. ഒരിക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്വയം അവരോധിച്ചിരുന്നു ശശി തരൂർ. കേരളത്തിലെ നേതാക്കൾക്ക് മുന്നിൽ സ്വയം തിരുത്തലുമായി ശശി തരൂർ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ അതേ ശശി തരൂർ കയ്യിലിരിപ്പ് കൊണ്ട് നിലത്ത് വീണ് ഉരുളുന്ന കാഴ്ചയാണ് നമ്മൾ തലസ്ഥാനത്ത് കാണുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് നഗരസഭയിലെ താൽക്കാലിക തൊഴിലാളികളായ മാരായമുട്ടം സ്വദേശി ജോയിയെ തോട്ടിൽ കാണാതായത്. തോട് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം. തുടർന്ന് 48 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ജോയിയെ കണ്ടെത്തിയത്. ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ ഇപ്പോൾ തരൂരിനെ അങ്ങ് ട്രോളിക്കൊല്ലുകയാണ്. ആമയിഴഞ്ചാൻ വിഷയത്തിൽ MP എന്ന നിലയിൽ ഞാൻ അതിഗംഭീരമായ 2 പോസ്റ്റ് ഇട്ടു. എന്നിട്ട് ഞാൻ എണീറ്റ് നിന്ന് എന്നെ തന്നെ അഭിനന്ദിച്ചു. അതിൽ കൂടുതൽ ഞാൻ എന്തു ചെയ്യും ഗൈസ്? ഐ ആം നോട്ട് ബീങ് ഫൊസേറ്റിയസ് യു നോ. സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ജീവിക്കുന്നയാളാണ് ശശി തരൂർ എന്ന് V ശിവൻകുട്ടി അടക്കമുള്ളവർ ആക്ഷേപിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോരോ നമ്പറുകളുമായി ശശി തരൂർ ജനങ്ങളുടെ മുന്നിൽ അവതരിച്ചിരുന്നു. ആദ്യം അദ്ദേഹം അവതരിപ്പിച്ചത് തിരുവനന്തപുരം ഇരട്ട നഗരം. ബാഴ്സലോണയും തിരുവനന്തപുരവും ഇരട്ട നഗരങ്ങളാക്കി മാറ്റുമെന്നായിരുന്നു തരൂരിൻ്റെ പ്രഖ്യാപനം. കുറെ ലോകപരിചയമുള്ള തരൂരിന് ഇതൊക്കെ കഴിയും എന്ന് പാവം ജനങ്ങൾ വിശ്വസിച്ചു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്നായി തരൂർ. അതും നടന്നിട്ടില്ല. പിന്നീട് ഇതേ ശശി തരൂർ എയിംസ് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനങ്ങളെല്ലാം വെള്ളക്കടലാസിൽ ഒതുങ്ങി എന്ന് പറയാം. തരൂരിൻ്റെ പ്രഖ്യാപനങ്ങൾ ആവിയായി പൊള്ളയായി ആകാശത്തുയർന്നു. ഒന്നും തിരുവനന്തപുരത്തുകാർക്ക് കിട്ടിയില്ല. 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തിരുവനന്തപുരത്തെ ജനങ്ങളുടെ 3 പ്രധാന ആവശ്യങ്ങൾക്ക് മുന്നിൽ നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ഈ ശശി തരൂരിന് ഇപ്പോഴും കഴിയൂ. ജനങ്ങളുടെ വലിയ പ്രതീക്ഷകൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെ കുറ്റപ്പെടുത്തി ഹൈക്കോടതി ബെഞ്ച് എന്ന ഊരാക്കുടുക്കിൽ നിന്ന് തരൂർ തടിയൂരി. ഇരട്ട നഗരം അട്ടിമറിച്ചത് LDF സർക്കാർ എന്നാണ് ശശി തരൂരിന്റെ വാദം. ഈ 2 പദ്ധതികളും ഇനി നടക്കാൻ സാധ്യതയില്ല എന്ന് അടുത്ത കാലത്ത് ശശി തരൂർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. തരൂരിനെ എങ്ങനെയെങ്കിലുമൊക്കെ തിരുവനന്തപുരത്തെ ചില ജനവിഭാഗങ്ങൾ ജയിപ്പിക്കും. കാരണം BJPയുടെ കടന്നുവരവ് അത്ര ശക്തമാണ് തിരുവനന്തപുരത്ത്. ഒരിക്കൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ നോക്കിയ ശശി തരൂർ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യനാവുന്ന കാഴ്ച. ശശി തരൂരിനെ പോലൊരു MP ഇങ്ങനെയൊന്നുമല്ല പ്രവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത്, സംസാരിക്കേണ്ടത്.
ഫേസ്ബുക്കിലുള്ള 2 പോസ്റ്റ് കൊണ്ട് ജനങ്ങളുടെ വയറ് നിറയില്ല. അവർ സുരക്ഷിതരാകില്ല. ഒരു MP എന്ന നിലയിൽ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് ശശി തരൂർ എന്ന നേതാവിന്. അത് തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്കൊക്കെ ജനങ്ങൾ പ്രതിഷ്ഠിച്ചേക്കാം. അല്ല എങ്കിൽ ഇതേ ജനം അങ്ങേ പാതാളക്കുഴിയിലെറിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.